ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഒരു കാത്തിരിക്കുന്ന ഒരു നിമിഷം എടുത്തെത്താറായി അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഒരു ബ്രൈഡൽ ലുക്ക്. അതായത് ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കിൽ അർജുനും ശ്രീധുവും എത്തുന്നു. പുതിയൊരു ഫോട്ടോഷൂട്ടാണ്. ഈ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിനെ വരെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഫോട്ടോഷൂട്ടായിരിക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വട്ടത്തെ ഇവരുടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഒരു 15 മില്യൺ, അതായത് ഏകദേശം ഒരു 15 ലക്ഷത്തോളം ആളുകൾ നമ്മുടെ വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായിരിക്കുമെന്ന് ഒരു രക്ഷയുണ്ടായിരിക്കില്ല. കാരണം എന്താ പറയുക, ഒരു ബ്രൈഡൽ ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ അവർ തമ്മിൽ കുറച്ച് ഇൻറ്റിമേറ്റ് ലുക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അടിപൊളിയായിരിക്കും. എല്ലാവരും കാത്തിരുന്ന നിമിഷമാണ്. കുറേ പേരായിട്ട് ഇപ്പോൾ പറയണേ ഇപ്പോൾ വരുമോ റബ്ബയ്ക്കൊക്കെയാണ് ഫോട്ടോഷൂട്ടിന് കൂടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ വളരെയധികം ത്രില്ലിംഗ് ആയിട്ട് അവരുടെ ഫേസ് അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. അവരുടെ ഇതിന് വേണ്ടിയിട്ട്, ബ്രൈഡൽ ലുക്കിന് വേണ്ടിയിട്ട് ഷൂടുന്നതും പിന്നെ അതേപോലെ തന്നെ അവർ നടക്കുന്നതും പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള അവിടുത്തെ സ്റ്റൂളും അങ്ങനെ കുറേ ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫേസ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന് മുന്നായിട്ട് ഇവർ രണ്ടുപേരുമുള്ള ഈ ലുക്ക് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം റണ്ണറപ്പ് ഭരിക്കുന്ന ടൈം എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത്. അർജുൻ കുറേ നമ്മുടെ ഇതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കോളേജുകളിലൊക്കെ ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര എന്താ പറയുക, വൈറലായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഈ ലുക്കിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. മുന്നത്തെ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോസൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വരുമെന്ന്. പക്ഷേ ഇത്തവണ എല്ലാവരും പ്രതീക്ഷിച്ച പോലെയാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ലുക്കിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ ശ്രീധു ഒരു തമിഴ് സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് മലയാള സിനിമയുടെ കുറേ സ്ക്രിപ്റ്റുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഒരുമിച്ചുള്ള ഒരു സിനിമ കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഒരുമിച്ചുള്ള സിനിമയ്ക്ക് വേണ്ടിയും ആരാധകർ വെയിറ്റിംഗ് ആണെന്ന് തന്നെ പറയാം. കാരണം രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ്. പഴയ കാലത്ത് കുഞ്ചോകോപനും ശാലിനിയും പോലെ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള സിനിമകൾ കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഉറപ്പായി ഹിറ്റാകും. കാരണം ഇത്ര പെട്ടെന്നാണ് ഇൻ്റർനെറ്റിലൊക്കെ ഇവരുടെ വീഡിയോസും അതുപോലെ തന്നെ ഇവരുടെ ഓരോന്നും വൈറലാകുന്നത്. അതുപോലെ തന്നെ ശ്രീധു ചെന്നൈയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും കേരളത്തിലെത്തിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ഫോട്ടോഷൂട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വലിയൊരു സർപ്രൈസുമായിട്ടാണ് അവരെത്തുന്നതെന്ന് 100% ഉറപ്പാണ്. ശ്രീജുൻ ഫാൻസുകാർക്ക് സന്തോഷ നിമിഷം തന്നെയാണെന്ന് പറയാം. അതുപോലെ തന്നെ ശ്രീധുവിൻ്റെയും അർജുൻ്റെയും കൂടെ ഒരുമിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ കൂടി വരുന്നുണ്ട്. ഒരു